ഹായ് ഡിയേഴ്സ്, പുതിയൊരു യൂണിറ്റാണ് ഇന്ന് നമുക്ക് എടുക്കാനുള്ളത്. വർക്ക് ഈസ് വേർഷിപ്പ്. യൂണിറ്റിൻ്റെ പേര് വർക്ക് ഈസ് വേർഷിപ്പ്. അധ്വാനമാണ് ആരാധന. ഈ യൂണിറ്റിൽ പ്രധാനമായി പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലേബർ ആൻഡ് ഫാമിംഗ്. ഈ നമ്മുടെ ലേബർ, അധ്വാനവും കൃഷിയും ഇതൊക്കെ നമുക്ക് നല്ലൊരു ഹെൽത്തി ലൈഫ് നൽകുന്നതാണ്. നല്ല സുന്ദരമായൊരു ജീവിതം നൽകും. അതുപോലെ തന്നെ ഈ ഹാർഡ് വർക്കിൻ്റെ ബെനഫിറ്റ്സ്, വീച്ചസ് ഓഫ് അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് ഇതിൻ്റെ സെൻട്രൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റിൻ്റെ പ്രധാനം കഠിനാധ്വാനം. എവിടെയാണെങ്കിലും എല്ലായിടത്തും നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കാതെ ഒന്നും കിട്ടൂല. ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഹിയർ ആർ സം പിക്ചേഴ്സ് വിത്ത് ഡയലോഗ്സ്. പിക്ചേഴ്സും ഉണ്ട്, അതിൽ ഒരു ഡയലോഗ്സുകളും കൊടുത്തിട്ടുണ്ട്. റീഡ് ദം കെയർഫുള്ളി. നന്നായി വായിക്കുക. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ദാറ്റ് ഫോളോ. താഴെ നൽകിയിരിക്കുന്ന എന്താണ്? ഒരു മരക്കൊമ്പിലിരുന്ന ഒരു ഇൻസെക്ട്സ്, ഗ്രാസ് ഹൂപ്പർ, പുൽച്ചാടി പറയുന്നത്, ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദ സമ്മർ ഡിലൈറ്റ്സ്. ഉറുമ്പുകൾ ഇങ്ങനെ അധ്വാനിക്കുന്നത് കണ്ടിട്ട് ഈ പുൽച്ചാടി പറയാണ്, ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദ സമ്മർ ഡിലൈറ്റ്സ്. നമുക്കെന്ത് ചെയ്യാം? ഈ സമ്മർ അടിച്ചു പൊളിക്കാം, വരൂ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഉറുമ്പുകളുടെ മറുപടി, നോ, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ റൈനി സീസൺ. വി മസ്റ്റ് കളക്ട് ഫുഡ്, ഞങ്ങൾക്ക് ഭക്ഷണം കളക്ട് ചെയ്യണം. ഫോർ ദ റൈനി സീസൺ, മഴക്കാലത്തേക്ക് വേണ്ടി ഭക്ഷണം ഞങ്ങൾക്ക് കളക്ട് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ വരുന്നില്ല എന്ന് ഉറുമ്പുകൾ മറുപടി പറയാണ്. വൈ ബോദർ അബൌട്ട് റൈനി സീസൺ, റൈനി ഡേയ്സ്, വി ഹാവ് പ്ലൻറ്റി ഓഫ് ഫുഡ് നൗ. എന്തിനാണ് ഈ റൈനി സീസണ് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത്? വി ഹാവ് പ്ലൻറ്റി ഓഫ് ഫുഡ് നൗ. നമുക്കിപ്പം ധാരാളം ഫുഡ് ഉണ്ടല്ലോ, പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പം ഉറുമ്പുകൾ പറയാണ്, വി ഹാവ് നോ ടൈം ടു പ്ലേ. കളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. ഞങ്ങൾക്ക് ഞങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് കളിക്കാനൊന്നും സമയമില്ല. റൈനി സീസണ് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം, ഫുഡ് കണ്ടെത്തണം എന്ന് പറയാണ് ഉറുമ്പുകൾ. ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ്. അവർ സമ്മർ കാലങ്ങളിൽ മഴക്കാലത്തേക്കുള്ള ഫുഡുകളൊക്കെ സ്വരൂപിച്ച് കൂട്ടിവെക്കും. മഴക്കാലമായ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, മഴയായതുകൊണ്ട് ഭക്ഷണം കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ നേരത്തെ തന്നെ കളക്ട് ചെയ്ത് വെക്കും. സമ്മർ സീസണിൽ അവരത് കൊണ്ടുപോയി അവരുടെ വീടുകളിൽ വെച്ചിട്ട് അതവിടെ ഭദ്രമായി സൂക്ഷിക്കും. എന്നിട്ട് മഴക്കാലത്ത് അത് ഉപയോഗിക്കും. അങ്ങനെയാണ് ഉറുമ്പുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നു. വൈ ഡു ദ ആൻഡ് വർക്ക് ഹാർഡ്? എന്തിനാണ് ഉറുമ്പുകൾ കഠിനാധ്വാനം ചെയ്യുന്നത്? എന്തിനാ? അവരുടെ മഴക്കാലത്തേക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കളക്ട് ചെയ്യാണ് അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, എന്ത് ചിന്തിക്കുന്നു? വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി ഡേയ്സ്. മഴക്കാലം വന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു, എന്ത് മനസ്സിലാക്കുന്നു? റെയിനി സീസൺ വന്നാൽ ഉറുമ്പുകൾക്ക് ഭക്ഷിക്കാൻ അവർ കൊണ്ടുപോയി കളക്ട് ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കൊണ്ടുപോയി വെച്ച ഭക്ഷണം ധാരാളം ഉണ്ടാകും അവർക്ക് ഭക്ഷിക്കാൻ. പക്ഷേ നമ്മുടെ ഗ്രാസ് ഹൂപ്പർ ഈ സമ്മർ കാലത്ത് നന്നായി എൻജോയ് ചെയ്യും. പക്ഷേ മഴക്കാലമായ ഭക്ഷണം കിട്ടില്ല അല്ലേ? If you happen to see, next question, if you happen to see the grasshopper, what
അഡ്വൈസ് വിൽ യു ഗിവ്? നിങ്ങൾ ഈ ഗ്രാസ് ഹൂപ്പറിനെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് കാണാൻ ഒരു അവസരം കിട്ടിയാൽ വാട്ട് അഡ്വൈസ് വിൽ യു ഗിവ്? നിങ്ങൾ എന്ത് അഡ്വൈസാണ്, എന്ത് ഉപദേശമാണ്, എന്ത് നിർദ്ദേശമാണ് ഗ്രാസ് ഹൂപ്പർക്ക് നൽകുക? എന്ത് നൽകും? കഠിനാധ്വാനം ചെയ്യണം, മടിച്ചിരിക്കരുത്, അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ നല്ല സമയത്ത് നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്യണം. വിദ്യാർത്ഥി ജീവിതത്തിൽ നമ്മൾ നന്നായി കഠിനാധ്വാനം ചെയ്താൽ വരും കാലങ്ങളിൽ നമുക്ക് ഉഷാറായിട്ട് ജീവിക്കാം. വിദ്യാർത്ഥി കാലത്ത് നന്നായി പഠിച്ചാൽ ഒരു സമയവും വേസ്റ്റാക്കാതെ ഉറുമ്പുകളെപ്പോലെ കഠിനാധ്വാനം ചെയ്താൽ വരും ഭാവിയിൽ നമുക്ക് വിജയിക്കാം. ഇനി ഇവിടെ താഴെ മറ്റൊരു പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു വീട്ടിലെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ പിക്ചർ? ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട്? ഒരു കുട്ടി അടിച്ചു വാരുന്നു, ഒരു വീട്ടിലെ കാര്യസ്ഥൻ പണിയെടുക്കുന്നു, തോട്ടത്തിൽ പണിയെടുക്കുന്നു, ഉമ്മ അലക്കുന്നു, ആൺകുട്ടി അവിടെ മാറാല തട്ടുന്നു. നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ഹിയർ. ഇവിടെ നൽകിയിരിക്കുന്ന പിക്ചർ ശ്രദ്ധിക്കുക. വാട്ട് ആർ ദിസ് പീപ്പിൾ ഡൂയിങ്? എന്താണ് ഈ ജനങ്ങളൊക്കെ ചെയ്യുന്നത്? എന്താ അവരൊക്കെ ചെയ്യുന്നത്? അവരെല്ലാവരും പണിയെടുക്കുകയാണ്, വ്യത്യസ്തമായ പണിയെടുക്കുകയാണ്. വാട്ട് ഡസ് ദ വർക്ക് അറ്റ് ഹോം? നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ വർക്കുകളൊക്കെ ആരാ എടുക്കുന്നത്? വീട്ടിലെ പണികളൊക്കെ ആരാ എടുക്കുന്നത്? വീട്ടിലെ പണികളൊക്കെ മദറാണ്, ഉമ്മയാണ് എടുക്കുന്നത്. എന്നാൽ ആർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഹിയർ? ഇവിടെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ഫാമിലിയിൽ എല്ലാ മെമ്പേഴ്സും വർക്ക് ചെയ്യൽ അവരുടെ ഉത്തരവാദിത്തമാണോ വർക്ക് ചെയ്യൽ? അപ്പോൾ ഒരു ഫാമിലിയിലെ എല്ലാ ആളുകളും വർക്ക് ചെയ്യണം, അല്ലേ? ഉമ്മനെ സഹായിക്കുന്നു, ഉപ്പനെ സഹായിക്കുന്നു, അങ്ങനെ വർക്ക് ചെയ്യണം. അപ്പോൾ കഠിനാധ്വാനം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ ചെയ്യാം. പിന്നെ ഹാർഡ് വർക്ക് എന്ന വിഷയത്തെക്കുറിച്ചിട്ട് ഒരു അരപ്പേജെങ്കിലും ഇംഗ്ലീഷിൽ എഴുതിയിട്ട് അതെനിക്ക് ഫോട്ടോ എടുത്ത് വിട്ട് തരാം. അതാണ് ഇന്നത്തെ വർക്ക്.